നമസ്കാരം. ഞാനിന്ന് ഒരു പായസം ഉണ്ടാക്കാൻ പോവാം. ഈ കഴിഞ്ഞ വിഷുവിന് ഞാൻ വീട്ടിൽ ഞങ്ങൾ പായസം ഉണ്ടാക്കിയില്ല. ഒരു രസമുണ്ട്. ഇവിടെ ഒരു ശാഖയുണ്ട്, അവിടെ നിന്ന് 1 ലിറ്റർ പായസം മേടിക്കുക ചെയ്തത്. അപ്പോൾ അന്ന് വാങ്ങി വെച്ച പായസക്കൂട്ടൊക്കെയാണ് ഇവിടെ. അപ്പോൾ അത് ഞാൻ ഇന്നത് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ ഈ ഞാൻ വാങ്ങിയേക്കുന്നത് ഏത് പായസത്തിൻ്റെ മുട്ട, അതായത് സൂരജ് മുട്ട പാലട ഉണ്ട്. ഇതാണ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് തിളച്ച വെള്ളത്തിൽ ഇട്ട് ഒരു 10-15 മിനിറ്റ് ഇട്ട് വയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് 15 മിനിറ്റോളം ഇതിനെ വെള്ളത്തിലിട്ട് വയ്ക്കാൻ പോകട്ടെ. ചൂടുവെള്ളം, വെള്ളം തിളച്ചിട്ടുണ്ട്. അടച്ചു വയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സൂരജ് പാലട ഇതിലിട്ടുണ്ട് കേട്ടോ. മുട്ടയാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയേക്കുന്നത് മിൽമയുടെ നെയ്യാണ് കേട്ടോ. ആണോ, മിൽമയുടെ നെയ്യുണ്ട്. പിന്നെ പാല് 2 പാക്കറ്റ് പാലുള്ളൂ. അത് നമ്മൾ വീട്ടിലേക്കല്ല, ചെറിയൊരു പരിപാടി ഞങ്ങൾക്കൊരു ഇത്. പിന്നെ നമുക്ക് ഇവനെ തയ്യാറാക്കുന്നത് അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട്, അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലുണ്ട് അണ്ടിപ്പരിപ്പൊക്കെ അതിനകത്തുണ്ട്. ലൂസ് വാങ്ങിച്ചേട്ടാ, എല്ലാം ലൂസ് വാങ്ങിച്ചു. ഏലക്കായ പായസം ഞാൻ വെച്ച് എനിക്ക് പരിചയമൊന്നുമില്ല, പക്ഷെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട. ഇന്നവരെ ഞാൻ പായസം റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ നമ്മളൊന്ന് നോക്കി നോക്കട്ടെ എങ്ങനെയാവുന്നുള്ള കാര്യം ദൈവത്തിനറിയാം. ഇപ്പം ഏലക്കായ എടച്ചാണ്. ഏലക്കായ ഇടിയുണ്ട്. ഓക്കെ, ഇനി ഇത് 15 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഇതാക്കാം. അതുവരെ അവിടെ ഇരിക്കട്ടെ കേട്ടോ. പാല് നമുക്ക് കട്ട് ചെയ്തോണ്ട് ഒഴിക്കും. ഇങ്ങോട്ട് പാലേ അയ്യോ കയ്യിൽ വേണമെങ്കിൽ സാരമില്ല, നമുക്കൊക്കെ കഴിക്കാനൊന്നുമല്ലേ. നന്നായിട്ട് തിളക്കട്ടെ. അത് തീ കത്തിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇതിനകത്ത് ഏലക്കായും ചുക്ക് അല്പം പഞ്ചസാര ഇട്ടൊന്ന് അടിക്കാൻ പോകണ്ടോ. ഇത് നമ്മൾ ചെയ്യണത് ഇവിടുത്തെ ആൾക്ക്, നമ്മുടെ ഈ വീട്ടിലെ കുടുംബനാഥിക്ക് അതിൻ്റെ പിറന്നാളിന്. അപ്പം പിറന്നാളിൻ്റെ ഒരു ആഘോഷമൊന്നുമില്ല, വെറുതെ ചെറിയൊരു മധുരം. നോട്ടെ പൊടിഞ്ഞുണ്ട്. ആണോ, പാല് നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് കുറുതായി വരുമ്പോൾ നമുക്ക് മുട്ടട ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചസാരൊക്കെ ഇട്ട് ശരിക്കും ഇളക്കാം. ഇതിനകത്ത് അവർ പറയുന്നത്, നമ്മുടെ വീട്ടുകാർ പറയുന്നത് വെച്ചാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഈ പാലടയ്ക്ക്. പക്ഷെ വാങ്ങിയ നിലയ്ക്ക് നമുക്കത് ഇതിലോട്ട് വെറുതെ വറുത്തിടാം. ടേസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ കുടുംബക്കാർ വയ്ക്കുന്നില്ല. ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിയുടെ ഒക്കെ ചിലപ്പോൾ ടേസ്റ്റ് കിട്ടുമായിരിക്കും. അത് വെന്തുകഴിയുമ്പോൾ വറുത്തിടാം. ഇത് കഴിച്ച് കഴിയുമ്പോൾ എന്താവുമെന്ന് ദൈവത്തിനറിയാം. പിള്ളേർക്ക് ഇഷ്ടമാവും, കാരണം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അട ഒന്ന് ഊറ്റിയെടുത്തിട്ടാണ് ഇടാം കേട്ടോ.
തീ കുറച്ചിട്ടുണ്ട്. അവിടെ ഇടാൻ പോവാണ്. നാളെ കൊണ്ട് ഇനിയുള്ളത് അതിലിരിക്കട്ടെ. അതൊന്ന് ശരിക്കും ഇളക്കിയുള്ളൂ. ടേസ്റ്റ് ഉണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട് കേട്ടോ. അടകണ്ട. ഇന്ന് നമുക്ക് അതിനകത്തേക്ക് മിക്സിയിലടിച്ച ആ പഞ്ചസാര ഇടാം. ശരിക്കും അങ്ങനെ ഇളക്കാം. പോരെങ്കിൽ മധുരം പോരെങ്കിൽ കുറച്ചുകൂടി കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറകിൽ ഇത് തയ്യാറാക്കണ വിധം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഒരല്പം മിൽക്ക് മെയ്ഡും കൂടി അടിപൊളിയായിരുന്നു. മിൽക്ക് മെയ്ഡ് മേടിക്കാൻ പറ്റില്ല. ഈ തവണ ഇങ്ങനെയാണ് പോട്ടെ. അടുത്ത തവണ നമുക്ക് ഇതേ പാക്കറ്റ് സൂരജിൻ്റെ ഇതേ പാക്കറ്റ് തന്നെ വാങ്ങിയിട്ടേ നമുക്ക് മിൽക്ക് മെയ്ഡൊക്കെ ഇട്ട് ചെയ്ത് നോക്കാം. നന്നാവും. അപ്പം നമ്മുടെ സൂരജ് മട്ട പാലട റെഡി ആയിക്കൊണ്ട് കേട്ടോ. ഈ വെള്ളം കുറവായി. ഇനി ഇതിനകത്തേക്ക് വെറുതെ നെയ്യ് ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു വീട്ടുകാർ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഐഡിയ ചെയ്യണം. എന്തായാലും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വാങ്ങിയല്ലോ, അതിലേക്ക് മൂപ്പിച്ചിടാൻ പോവാം. അതിൻ്റെ കാര്യമില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നാളികേരം പിഴിഞ്ഞ് വയ്ക്കണ ശർക്കരയിട്ട് നാളികേരം പിഴിഞ്ഞ് വയ്ക്കണ പായസത്തിലാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറയണത്. ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ. പക്ഷെ ഞാൻ ഇതെന്തായാലും വാങ്ങിപ്പോയില്ല. ഇതിനകത്ത് ഇടാൻ പോകട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നത് ചിലപ്പോൾ നന്നാവും. ഞാൻ അത് ഒഴിക്കുകയാണ്. വൈഫ് പറഞ്ഞത് ഇത് ഇടണ്ടാന്ന്. പക്ഷേ എന്നാലും വാങ്ങി നൽകി ഇടാണ് കേട്ടോ. ഇട്ടെന്താവും ഓക്കെ ഇടാം. കുറച്ചേ ഉള്ളൂ.
ഇതിൽ ഒഴിക്കണം കേട്ടോ. സൂരജ് പാലട അടിപൊളിയുണ്ട് കേട്ടോ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. എൻ്റെ ഈശ്വര, ഞാൻ ആദ്യമായിട്ട് പായസം ഉണ്ടാക്കി ഇത്രയ്ക്കും സൂപ്പറാണ്. അടുത്ത തവണ തിരിക്കണം പേട്ടായിട്ട് ഞാൻ ഉണ്ടാവും. ഇപ്പോൾ അത് ഐഡിയൊക്കെ പിടികിട്ടി. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് പിള്ളേർ ടെസ്റ്റ് ചെയ്തൊക്കെ കണ്ടോ. ആയ സൂപ്പറായ, പിള്ളേർക്ക് ഇഷ്ടമായി. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞില്ല അല്ല ക്ലാസ്സിൽ കേട്ടോ. പിന്നെ അല്ലേ ചൂടാ ചൂട് കാറ്റി പിടിക്കണേ. വേറെ ബാക്കി കാട്ടിക ഗ്ലാസ്